ഫ്രണ്ട്സ്, ഇന്നത്തെ ചമ്മന്തിപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. അങ്ങനെ സച്ചി വീട്ടിൻ്റെ താഴത്ത് വന്നിട്ട് രേവതിനെ വിളിക്കുകയാണ്. രേവതി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ എന്ന് പറയാണ്. പറയുമ്പോൾ രേവതി എന്താ സച്ചിയേട്ടൻ അങ്ങോട്ട് കയറി വാന്ന് പറയുമ്പോൾ പറയും, അല്ല രേവതി, നീ ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു കാര്യമുണ്ട് പറയണം. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ സച്ചി രേവതിക്ക് സർപ്രൈസായിട്ട് കൊടുക്കണത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? സച്ചി രേവതിയും കൂടി മുകളിലൊരു റൂം കെട്ടാമെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സച്ചി അതിന് വേണ്ടി ഒരു 8-10 കട്ട ചൂളക്കട്ട കൊണ്ടുവന്നിട്ടുണ്ട് വീട് പണിക്ക് വേണ്ടിയിട്ട്. അതാണ് സച്ചി രേവതി കാണിച്ചത്. എന്താ സച്ചിയായിട്ട് അത്? ഇതുകൊണ്ട് വീട് പണി, ഇതുകൊണ്ട് റൂം എടുക്കൽ നടക്കുമോ? നമുക്ക് പറ്റാവുന്ന പോലെ ചെയ്യാം രേവതി. അതായത് ഇപ്പോൾ ഒരു വാടക വിളിക്കുമ്പോൾ ആ വാടകയ്ക്ക് പൈസ മേടിക്കാതെ അതിന് പകരം ചൂളക്കട്ട മേടിക്കുക, ഓരോ സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് തിരിച്ച് കൂട്ടി വെച്ചിട്ട് റൂം പണിയാലോ. അപ്പോൾ രേവതി പറയണേ, ശരിയാ സച്ചിയേട്ടാ, ഞാനും പൂ കൊടുക്കണ കുറച്ച് കടകളുണ്ട്, അപ്പോൾ അവിടെ നിന്ന് സിമൻറ്റ് സാധനങ്ങളൊക്കെ ഞാനും പൈസയ്ക്ക് പകരം മേടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് തിരിച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കാമല്ലോ അല്ലേ. അതേന്നാ നമുക്ക് ഇനി നമ്മുടെ റൂമിൻ്റെ പണി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ ടെറസിൻ്റെ മുകളിൽ കട്ട കൊണ്ടുപോയി. കട്ട വെറുതെ ഇങ്ങനെ വീട് പോലെ വെച്ച് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളിൽ കയറും ഭയങ്കര സന്തോഷത്തിലാണ്. അവരവിടെ ഓടിച്ചാടി ചെറിയ കുട്ടികളെ പോലെ തുള്ളിച്ചാടി കളിക്കുകയാണ് സച്ചി രേവതിയും കൂടി. എന്നിട്ട് രേവതി സച്ചിയോട് ചോദിക്കും, സച്ചേട്ടാ, ഇതിൻ്റെ ഉള്ളിൽ നിന്നെങ്കിലും നമ്മളതിനെ ആരും ഇറക്കി വിടില്ലായിരിക്കും അല്ലേ പറയാന്ന്. അതൊരു ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് വരുന്ന നിമിഷം കേട്ടോ അത്. ഇല്ല രേവതി, നമ്മൾ കയറ്റണ ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ആരും ഇറക്കി വിടില്ല എന്ന് പറയണ സച്ചി. അത്രയും ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു രംഗമാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സച്ചി ഈച്ചയെ വിളിച്ച് സംസാരിക്കുകയാണ്. ഈച്ചയെ വിളിച്ചിട്ട് പിറ്റേ ദിവസം ഈച്ചയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈച്ച പറയും, ഇങ്ങനെ മാങ്ങ കഴിച്ചോടാ. സച്ചി ചോദിക്കുമ്പോൾ പറയും, ഇല്ല അവളത് കഴിച്ചില്ല, ഭയങ്കര പുളിയെ പറഞ്ഞിട്ട് കഴിച്ചില്ല. പറഞ്ഞു, നീ എന്ത് ഭർത്താവാടാ, പുളിയുള്ള മാങ്ങയാണ് കൊണ്ടു കൊടുക്കുക, നീ ഒരു ചെറിയ മധുരമുള്ള ടൈപ്പ് മാങ്ങ കൊണ്ടേ കൊടുത്തു നോക്കുക, അവൾ കഴിക്കും എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് പറയും, നീ അവൾക്ക് പുളി കൊണ്ടേ കൊടുത്തു നോക്കിക്കുക, അവൾ കഴിക്കും, ഗർഭിണികൾക്ക് അതൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയുമ്പോൾ സച്ചി പറയും, ശരിയിടാ, ഞാൻ നോക്കാം, ഇതൊക്കെ നിന്നോട് ചോദിച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥ, ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചെയ്യണം നെയ്യെന്നൊക്കെ പറയുമ്പോൾ പോടാണെന്നിട്ട് പറഞ്ഞിട്ട് ഈച്ചയോട് ചീത്ത പറയണം. എന്നിട്ട് സച്ചി ഫോൺ വെക്കുകയാണ്, കളിയായിട്ട് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സച്ചി രേവതി അടുക്കളയിൽ പണിയുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുമ്പോൾ രേവതി ചോദിക്കുക, എന്താ സച്ചിയേട്ടാ ഒരു കള്ളത്തിന്? ഒന്നുമില്ല, വാ നീ ഇങ്ങോട്ട് വന്നേ, നിനക്കൊരു സാധനം തരാൻ പറയും. നോക്കുമ്പോൾ ടണ്ടടാങ് പറഞ്ഞ് നോക്കുമ്പോൾ എന്താ ഒരു പ്ലേറ്റിൽ കുറച്ച് പുളിയോ, ഇതെന്തിനാ എനിക്ക് വയ്ക്കും, ഇത് നിനക്ക് കഴിക്കും. ഞാൻ അതിന് പുളി കഴിക്കണമെന്ന് പറഞ്ഞോ സച്ചിയേട്ടാ, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഇത് ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. എൻ്റെ സച്ചിയേട്ടാ, ഞാൻ ഇതൊന്നും കഴിക്കില്ല എന്ന് സച്ചിയേട്ടനെ അറിഞ്ഞൂടെ, എനിക്കിപ്പോൾ എന്തിനാ പുളി, ഇതിലെന്തൊക്കെയോ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ടല്ലോ എനിക്കെന്ന് പറയാണ്. നീ ഇത് കഴിക്കില്ല രേവതി, ഞാൻ അത് നിനക്ക് കൊണ്ടുവന്നതാ പറയും. അങ്ങനെ ശരി, സച്ചിയേട്ടന് വേണ്ടി ഒരെണ്ണം ഞാൻ കഴിക്കാൻ വേണ്ടി പുളി എടുത്ത് കഴിക്കുന്ന രേവതിയുടെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ട കാഴ്ച കേട്ടോ. എനിക്ക് വേണ്ട സച്ചിയേട്ട, അത് ഒടുക്കത്തെ പുളി, അത് സച്ചിയേട്ടൻ തന്നെ തിന്നു വേണ്ട സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് രേവതി പോവും. അപ്പോൾ സച്ചി പറയും, എന്നാലും അവൾ കഴിച്ചു, അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കണം, അവളത് പുറത്ത് കാണിക്കാനിട്ടാണ്, എന്നാലും അവൾ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സന്തോഷത്തിലിരിക്കുകയാണ് സച്ചി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് സുധിയുടെ കടയാണ്, ചന്ദ്രമതി ഹോം അപ്ലയൻസസ്. അവിടേക്ക് മുന്നേ ഫോൺ വിളിച്ച രമേശിൻ്റെ ഇതാ വരുന്നു. രമേശിൻ്റെ കൂട്ടുകാരനും കൂടി വന്നിട്ട് പറയണം, ഞാനാണ് രമേശ്, ഞാനാണ് ഇന്നലെ ഫോൺ വിളിച്ചത്, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞാനാണ് ഇന്നലെ വിളിച്ചിട്ട് പറയാം. പറഞ്ഞോളൂ സാർ പറയുമ്പോൾ, ശരി എത്ര രൂപയാണ്? എന്തേ അങ്ങനെ എത്രയായി ഞങ്ങൾ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം കൂടി എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അപ്ലയൻസസ് മുഴുവൻ നോക്കിയിട്ട് സുധി വിലയിട്ടിട്ട് ഇപ്പോൾ പറയാൻ പറഞ്ഞ ബില്ല് നോക്കുമ്പോൾ 5,12,000 രൂപയായി എന്ന് പറയാണ്. 5,12,000 രൂപ. അതെ സാർ, നിങ്ങൾ വരുന്ന പ്രമാണിച്ച് ഞങ്ങൾക്കൊന്ന് അർജൻറ്റായിട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ വരുന്ന പ്രമാണിച്ച് ഞാൻ കല്യാണത്തിൽ നിന്ന് ഒഴിവായി എൻ്റെ വൈഫിനെ വിടുക ചെയ്ത് പറഞ്ഞത്. താൻ ഭയങ്കര സ്മാർട്ടാടോ, ഞങ്ങൾ ഇനി സാധനങ്ങൾ തൻ്റെ കടയിൽ തന്നെ മേടിക്കില്ല, ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി, താൻ നല്ല ഉയർച്ചയുള്ള ഒരാളാണെന്നൊക്കെ വേണ്ടി സുധീനെ പൊക്കാണ് രമേശിൻ്റെ കൂടെ ആളും. അങ്ങനെ 5,12,000 രൂപയ്ക്ക് അവർ കച്ചവടം ഉറപ്പിച്ച് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് 5,12,000. അപ്പോൾ ബില്ലടിക്കേണ്ട, ഞങ്ങൾക്ക് ബില്ല് വേണ്ട പറയാം. അപ്പോൾ അതെന്താ സാർ ഞങ്ങൾക്കത് കണക്കുപ്പെടുത്താൻ പറ്റില്ല, അപ്പോൾ ബ്ലാക്ക് മണി ആണോ എന്ന് ചോദിക്കുമ്പോൾ, അത് അയ്യോ സാർ, ബ്ലാക്ക് മണി ആകുമ്പോൾ എനിക്ക് പ്രശ്നം വരും, തനിക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കട്ടെ, അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും കൂടി വേണം, സുധിക്ക് ഇതിലൊരു പ്രശ്നം വരില്ല, അപ്പോൾ ഒരേ ചോദിക്കുകയാണ്. അപ്പോൾ സുധി മനസ്സോട് നിൽക്കണം പറഞ്ഞ്, ശരി സുധിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ട്. വേണ്ട സാർ, സാരില്ല, ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പറഞ്ഞു. അങ്ങനെ 5,12,000 രൂപ റെഡി ക്യാഷായിട്ട് കൊടുത്ത് ബില്ല് മേടിക്കാതെ അവർ സാധനങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ സുധി പറയും, സാധനങ്ങളെ എവിടേക്കാ ലൊക്കേഷൻ തന്നോളൂ സാർ, ഞങ്ങൾ അവിടേക്ക് എത്തിക്കാൻ പറയുമ്പോൾ വേണ്ട, ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നേക്കണം പറഞ്ഞിട്ട് അവർ അങ്ങനെ വണ്ടിയിൽ സാധനങ്ങളും കൊണ്ട് പോവാണ്.
അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ 5,12,000 രൂപയുടെ കച്ചവടം നടന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ ഒരു ഭാഗത്ത് കഴിഞ്ഞ് പിന്നെ വരണത് ശ്രീകാന്ത് ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിക്കുന്ന സമയത്ത് വർഷം അങ്ങോട്ട് വരുന്നു. വന്നിട്ട് പറയും ഇന്ന് മുഴുവൻ നിന്ന് ഡബ് ചെയ്ത് എനിക്ക് വയ്യാണ്ടേ എൻ്റെ ശ്രീകാന്ത്, എൻ്റെ മേലും കൈയൊക്കെ വേദനിച്ചിട്ട് എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറയാണ്. നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൈയും കാലൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ടാണ് പറയണം, നിൽക്കുക ഈ ഗെയിം ഒന്ന് കഴിയട്ടെ പറയണം. എൻ്റെ ശ്രീകാന്ത് നിനക്ക് ഗെയിമാണ് വലുത്, നിൻ്റെ ഭാര്യയാണ് വലുത് എന്ന് ചോദിക്കുമ്പോൾ നിൽക്ക് വർഷം ഇതൊന്നും കഴിയട്ടെ പറയും. എന്നിട്ട് അങ്ങനെ ഗെയിം കഴിഞ്ഞ് ശ്രീകാന്ത് ഞാൻ മസാജ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് 4 വശത്തേക്കും പോയി നോക്കണം. നീ എന്താ നോക്കണം, അല്ല ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക. പറയും എൻ്റെ ശ്രീകാന്ത് സ്വന്തം ഭാര്യയ്ക്ക് ഒന്ന് മസാജ് ചെയ്ത് തരാൻ ആരെങ്കിലും കണ്ടു എന്നുള്ള പേടി വേണം നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് വർഷ. അങ്ങനെ വർഷം വന്നിരിക്കുമ്പോൾ ശ്രീകാന്ത് വർഷയുടെ കൈയും കാലൊക്കെ മസാജ് ചെയ്യണത് കാണുന്ന നടുക്കത്തോടുകൂടി രംഗം കാണുന്ന വേറൊരാളുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ചന്ദ്രമതി കാണുമ്പോൾ ഈശ്വര ഇവളെ എന്താ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് ഇങ്ങനെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ വർഷയുടെ കൈയും കാലൊക്കെ ശ്രീകാന്ത് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ വർഷ പറയും ശ്രീകാന്ത് ഇനി എൻ്റെ കാലിൽ ഇത്തിരി നെയിൽ പോളിഷ് ഇട്ട് നെയിൽ പോളിഷോ അതൊന്നും ഇടാൻ എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയാത്ത എൻ്റെ വർഷ എനിക്കിതാണ് പണി, ഞാൻ ബ്യൂട്ടീഷ്യൻ എന്നല്ല ഞാനൊരു ഷെഫല്ലേ എന്ന് പറയാണ്. അപ്പോൾ വർഷ പറയും ഒരു കാര്യം ചെയ്യുന്ന ഈ ബണ്ണിൽ ബട്ടർ തേക്കാറില്ലേ അതുപോലെ വിചാരിച്ചാൽ മതി, ഇത് ബണ്ണോ ഇത് ബട്ടറോ എന്ന് വിചാരിച്ചാൽ മതി, എന്നിട്ട് അങ്ങനെ തേക്കിന പോലെ തേച്ചാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രീകാന്തിനെ കൊണ്ട് നെയിൽ പോളിഷ് ഇടിക്കാനുള്ള പ്ലാനിങ് ആണ് വർഷ. ഇതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ചന്ദ്രമതി നിൽക്കുന്നത്. അങ്ങനത്തെ എപ്പിസോഡിലാണ് ഇന്നത്തെ അതെ വരുന്നു. അങ്ങനത്തെ എപ്പിസോഡിലാണ് ഇന്നത്തെ ചെമ്പനിർപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. എന്താടാ